ഇന്ന് കേരളീയർക്ക് പ്രത്യേകിച്ചും ജോലി ചെയ്യാനായിട്ട് ഒത്തിരിയേറെ മടിയുള്ള കാലമാണ്. അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് പൊതുവെ നാം ഇതിനൊക്കെ ആശ്രയിക്കുന്നത്. എന്നാൽ അവരെ കാര്യമായി നമ്മൾ പരിഗണിക്കുന്നൊന്നുമില്ല. ഈ അടുത്ത കാലത്ത് നടന്ന ഒരു കളവ് ആരോപണം ചെയ്ത് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ ആൾക്കൂട്ടം വിചാരണ ചെയ്ത് കൊല്ലുകയുണ്ടായി. അവനെ കേൾക്കാനോ അവൻ പറയുന്നത് ശ്രവിക്കാനോ ഒന്നും നമ്മൾ മെനക്കെടാറില്ല. ഏതാനും വർഷം മുമ്പ് അട്ടപ്പാടിയിൽ മധു എന്ന യുവാവിനെ ആൾക്കൂട്ടം വിചാരണ ചെയ്ത് കൊന്ന സംഭവമൊന്നും നമ്മൾ മറന്നിട്ടുണ്ടായിരിക്കില്ല. അവൻ പാവപ്പെട്ടനായതുകൊണ്ട്, ഒരു ആദിവാസി വർഗത്തിൽപ്പെട്ടതായതുകൊണ്ടൊക്കെ അവനെ മനസ്സിലാക്കാനോ അവനെ കള്ളനെന്ന് ആരോപിച്ച് അവനെ കൊലപ്പെടുത്തുകയുണ്ടായത്. മറ്റുള്ളവരെ സ്നേഹിച്ചില്ലെങ്കിലും അവരെ അവഗണിക്കുന്ന രീതി നമ്മുടെ സമൂഹത്തിലും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ സുവിശേഷത്തിൽ കാണുക, ധനവാന് ലാസറിന്റെ ഉപമയിൽ അവിടെ പടിവാതിൽ കിടക്കുന്ന ലാസറിനെ ധനവാൻ നോക്കുന്ന പോലുമില്ല, അവനെ അവഗണിച്ച് കളയാം. ഈ ധനവാൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത് ഇത് തന്നെയാണ്, പരിഗണിക്കാതെ അവനെ അവഗണിച്ചു എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ നാം അവഗണിക്കുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്താനുള്ള ഒരു സമയമാണ് ഈ നോമ്പുകാലം. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ പരിഗണിക്കുവാനും ദൈവത്തിൻ്റെ മക്കളായി സഹോദരങ്ങളായി കാണുവാനുള്ള നല്ല മനസ്സ് നമുക്കുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി.